You are watching TV Next. നാടിൻ്റെ പ്രവർത്തനം നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിന് മാത്രമല്ല നെയ്യാറ്റിൻകര താലൂക്കിൽ മുഴുവനായിട്ട് പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് നാർഡ്. നാർഡ് ഏകദേശം 10-20 വർഷമായി നെയ്യാറ്റിൻകരയിൽ വിവിധ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ അല്ലെങ്കിൽ മുൻനിര പോരാളിയായിട്ട് ഇതിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് ശ്രീ GR അനിൽ സാർ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു ടീമായിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം നെയ്യാറ്റിൻകര മേഖലയിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. കുട്ടികൾക്ക് പരീക്ഷാ ചൂടും എല്ലാവർക്കും ഉത്സവകാലമാണ്. ഇപ്പോൾ റംസാൻ വരുന്നുണ്ട്, കുരിശുമല പള്ളികളിൽ ഉത്സവമാണ്, ക്ഷേത്രങ്ങളിൽ ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് കാലം കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു അവസരം നമ്മുടെ നാടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. എന്ത് തോന്നുന്നു? തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും മനസ്സിനെ തണുപ്പിക്കാനുള്ള, ചൂടുകാലം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചതുകൊണ്ടാണ് പറയണത്, മനസ്സിനെ തണുപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് നല്ല കൂട്ടായ്മകൾ. അപ്പോൾ ഇഫ്താർ സംഗമത്തിലൂടെ നമ്മുടെ രാജ്യത്തും ലോകവ്യാപകമായും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യം, ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഗമങ്ങളിൽ ഒരുമിച്ച് കൂടുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പിരിമുറുക്കങ്ങളും സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ അലിഞ്ഞ് തണുപ്പായി തീരുമെന്ന നമ്മുടെ അനുഭവം അത്തരമൊരു കാലാവസ്ഥയിലേക്ക് മാറും തീർച്ചയായും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. കുട്ടികൾക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? കുട്ടികൾക്ക് അവരുടെ മൈൻഡിനെ 100% കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർ വലിയ ഭാവി സ്വപ്നം കണ്ട് ലോകത്ത് ഇന്ന് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ തലമുറ വളർന്നു വരുന്നൊരു കാലഘട്ടത്തെയാണ്. തീർച്ചയായും ഒരു വിദ്യാഭ്യാസത്തിന് നല്ല പ്രാമുഖ്യം നൽകിക്കൊണ്ട് മറ്റെല്ലാം തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകി ഉന്നതങ്ങളിലേക്ക് കുതിക്കാനുള്ള ഒരു ശക്തി അവർ ആർജിച്ചെടുക്കണം. അതിന് നോമ്പും അതുപോലെ മറ്റാഘോഷങ്ങളും എല്ലാം പ്രചോദനമാകണമെന്നാണ് അതിൻ്റെ സന്ദേശമായി പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ സമസ്ത ജനവിഭാഗത്തെ, ജാതിക്കപ്പുറം മതത്തിനപ്പുറം മുഴുവൻ ജനവിഭാഗത്തിനെയും മുഴുവൻ ജീവജാലങ്ങളെയൊക്കെ ഒന്നിച്ചു കൂട്ടിക്കെട്ടുന്ന തരത്തിലുള്ള ഒരു മഹത്തായ മഹാസന്ദേശമാണ് ലോകത്ത് നബി തിരുമേനിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിൽ മതത്തിനപ്പുറം സമുദായത്തിനപ്പുറം ഒരു വലിയ ജനവിഭാഗത്തെ കൂട്ടിക്കെട്ടുന്ന ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ആഘോഷ പരിപാടി. കാരണം നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്തുമത വിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളൊക്കെ വിവിധ തരത്തിൽ ആഘോഷങ്ങളുടെയും അതോടൊപ്പം തന്നെ നോമ്പ് കാലങ്ങളിലും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നെയ്യാറ്റിൻകര സ്വദേശാഭിമാനി ടൗൺ ഹാളിൽ ഇത്തരത്തിലുള്ള സമസ്ത ജനവിഭാഗങ്ങളെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് വളരെ മഹത്തായ കാര്യമാണ്. എല്ലാ ജനവിഭാഗത്തെയും ഇതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ കാണുന്നത് അടിസ്ഥാനപരമായ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗം മുതൽ സമൂഹത്തിൻ്റെ മുകൾ തട്ടിൽ വരെ സാമൂഹികപരമായി, രാഷ്ട്രീയപരമായി, സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ നമുക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞു. മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മത വൈരുദ്ധ്യങ്ങൾ സമൂഹത്തിൽ ചില കോണുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെല്ലാം ഉപരിയായി
സമസ്ത മതവിഭാഗക്കാരും ഏകോദര സഹോദരന്മാരെന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു കൂട്ടായ്മയിലൂടി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാനവ നന്മയിൽ അധിഷ്ഠിതമായ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നാട്, നെയ്യാറ്റിൻകര അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ വളരെ ധന്യമായി ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഈ റംസാൻ നാളിൽ മാനവരാശിക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു വലിയ സന്ദേശം പകരാൻ നമ്മൾ നെയ്യാറ്റിൻകരയിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൂടിയ ഒരു ധന്യ നിമിഷമായി ഇത് കാണുന്നു. ഞാനിതിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. വളരെ ഹാർദവമായിട്ട് ഞങ്ങളതിൽ പങ്കുചേരാറുണ്ട്. അതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ശ്രമപ്രവർത്തനങ്ങളുമായി നാട് ഇനിയും വരുന്ന മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നല്ല പരിപാടികൾ ഒരുക്കാനുള്ള എല്ലാ കരുത്തും നൽകട്ടെ എന്ന് മാത്രം പ്രത്യാശ. നമ്മുടെ ജോസ് ഫ്രാങ്കിൾ എന്ന് പറയുന്ന നാടിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷക്കാലം കൊണ്ട് ഞാനും അതിൽ പങ്കാളിയാകുന്നുണ്ട്. ഈ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ നോമ്പ് മാസം കുറേ കാലം കൊണ്ട് ഈ നോമ്പ് മാസത്തിൽ ഇങ്ങനെ ഇഫ്താർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് ചാരിറ്റി വർക്ക്, ഇന്നും കുറേ ചാരിറ്റി വർക്ക് ഇതിൻ്റെ കൂടെ ചെയ്യുകയുണ്ടായി. എല്ലാ കാലവും കാലം കൂടുതലായിട്ട് ഓരോ വർഷം കൂടി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും ശ്രീ ജോസിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ജോസ് ഫ്രാങ്ക്ലിൻ നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മയായി വർഷങ്ങളായി ഇത് അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചാരിറ്റി വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ വിവിധ മതങ്ങളെ ഇഫ്താർ വിരുന്നിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം നമ്മുടെ സഹോദരങ്ങളെ കൂട്ടി നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേരുന്നുണ്ട്. അദ്ദേഹം അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ രീതിയിലും യുവാക്കളും യുവതികളും അങ്ങനെ എല്ലാവരും പങ്കെടുത്ത് വളരെയധികം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ജോസ് ഫ്രാങ്കിളിൽ നിന്നുള്ളൊരു വ്യക്തി കാരണമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങളൊക്കെ നോമ്പുകാരാണ്, നോമ്പില്ലാത്ത, പക്ഷേ എല്ലാവരും അത് അനുഷ്ഠിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ നമ്മൾ കാണുന്ന ഈ വിഭവങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവരെ വരവേറ്റുകൊണ്ട് മതസൗഹാർദ്ദം കാണിച്ചുകൊണ്ട് അവരെ നമ്മൾ ആശ്ലേഷം ചെയ്തുകൊണ്ട് അവരെ അനുമോദിച്ചുകൊണ്ടാണ് ഈ പരിപാടിയായിട്ട് പോകുന്നത്. നമുക്ക് കാണാം, ഈ സദസ്സിനെ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും. സദസ്സിലിരിക്കുന്ന ആളുകളെ കണ്ടാലറിയാം ഈ നാട്ടിലുള്ള എല്ലാ പ്രമുഖന്മാരും ആ സദസ്സിലുണ്ടാവും. അതുപോലെ ഈ നാട്ടിലുള്ള എല്ലാ യുവാക്കളും എല്ലാവരും ഇതിനെ പങ്കെടുക്കുകയാണ്. അതാണ് ഈ ജോസ് ഫ്രാങ്കിൾ നടത്തുന്ന നാടിൻ്റെ ഇതിൻ്റെ വിജയം. ജോസ് ഫ്രാങ്കിൾ എന്നുള്ള വ്യക്തിയുടെ ആ നിലപാടാണ് അദ്ദേഹത്തിന് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ കാണുന്ന ഇഫ്താർ സംഗമം. അതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആയുസ്സും ദൈവം തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ഇഫ്താർ സംഗമം നമ്മുടെ ഈ നെയ്യാറ്റിൻകരയിൽ ഒരു മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും നാളുകൾ ഇതിലും കൂടുതൽ ആർജവത്തോടു കൂടി ബഹുമാനപ്പെട്ട നാടിൻ്റെ ചെയർമാൻ ജോസ് ഫ്രാങ്കിൾ പ്രവർത്തിക്കും എന്ന് നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് നടക്കാറ്. അതെല്ലാം ഒരു ഇഫ്താർ സംഗമത്തിൻ്റെ ഒരു നന്മയായി മാത്രമേ നമുക്ക് സമൂഹത്തിൽ അതിനെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മ, ഈ നാടിൻ്റെ നേതൃത്വത്തിലൊരു കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഇതിൽ നേതൃത്വം നൽകുന്ന ജോസ് ഫ്രാങ്കിളിനും എൻ്റെ മറ്റേ അംഗങ്ങൾക്കും കൂടുതൽ കരുത്ത് പകരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് മാത്രം ഞാൻ പറയാൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.